ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 5-ലെ ഫസ്റ്റ് ചാപ്റ്റർ ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. സ്കൂൾസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് വേർ വി അക്വയർ നോളജ് ആൻഡ് ഷെയർ അവർ എക്സ്പീരിയൻസസ്. സ്കൂളുകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളാണല്ലേ. അവിടെ നിന്ന് നമ്മൾ അറിവും നമ്മുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് വിസിറ്റ് എ സ്കൂൾ. നമുക്ക് ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യാം. ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ സ്റ്റുഡൻസ് ലേൺ ആൻഡ് ഷെയർ ദെയർ എക്സ്പീരിയൻസസ്. അവിടെ ആ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നും നമുക്ക് കാണാം. ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് മിസ് ബീംസ് സ്കൂൾ. മിസ് ബീംസ് എന്നയാളുടെ സ്കൂളിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ ചാൻസ് ടു വിസിറ്റ് ഇറ്റ് ടിൽ ലാസ്റ്റ് വീക്ക്. പക്ഷേ അത് വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ്, ഒരവസരം കഴിഞ്ഞ ആഴ്ച വരെയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തത്. ഈ ഞാൻ ഐ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിലെ ഓദറാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ സ്കൂൾ, ഞാൻ ആ സ്കൂളിൽ എത്തിയ സമയത്ത് ഐ സോ എ ഗേൾ ഓഫ് എബവ് 12, ഏകദേശം 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. വിത്ത് ഹെർ ഐസ് കവേർഡ് വിത്ത് എ ബാൻഡേജ്, അവളുടെ കണ്ണുകൾ ഒരു ബാൻഡേജ് കൊണ്ട് മൂടിക്കെട്ടിയിട്ടുണ്ട്. ബീങ് ലെഡ് കെയർഫുള്ളി ബിറ്റ്വീൻ ദ ഫ്ലവർ ബെഡ്സ് ബൈ എ ലിറ്റിൽ ബോയ് ഓഫ് 8. അവളെ, ആ ഫ്ലവർ ബെഡ്സ് എന്ന് പറഞ്ഞാൽ ചെടികൾ, അവളെ ചെടികൾക്കിടയിലൂടെ വളരെ കെയർഫുൾ ആയിട്ട് ഒരു 8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി, എ ലിറ്റിൽ ബോയ് ഓഫ് 8, അവളെ നയിച്ചുകൊണ്ട് പോവാണ്. കണ്ണ് കാണാൻ പറ്റാത്ത ഈ കുട്ടിയെ നയിക്കുന്നത് 8 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. ഷീ സ്റ്റോപ്ഡ് ആൻഡ് ആസ്ക്ഡ് ഹൂ ഇറ്റ് വാസ് ദാറ്റ്. എന്നെ കണ്ട സമയത്ത് അവൾ അവിടെ സ്റ്റോപ്പ് നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് അത് എന്ന്. അവൾക്ക് കണ്ണ് കാണാൻ വയ്യ, എങ്കിലും അവൾ ചോദിച്ചു. ആൻഡ് ഹീ സീംഡ് ടു ബി ഡിസ്ക്രൈബിങ് മീ ടു ഹെർ. അങ്ങനെ ആ ആൺകുട്ടി എന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ദെൻ ദേ പാസ് ഡൗൺ. അത് കഴിഞ്ഞതിന് ശേഷം അവർ നടന്നു നീങ്ങി. മിസ് ബീം വാസ് ഓൾ ദാറ്റ് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. മിസ് ബീം എന്ന് പറയുന്നയാൾ ഞാൻ വിചാരിച്ചത് പോലെ തന്നെയായിരുന്നു. മിഡിൽ ഏജ്ഡ്, ഏകദേശം മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാളാണ്, മധ്യവയസ്കയാണ്. ഓതോറിറ്റേറ്റീവ്, കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നടത്താൻ കഴിവുള്ള ഒരാളാണ് ഓതോറിറ്റേറ്റീവ്. അങ്ങനെയുള്ള ഒരാളാണ് മിസ് ബീം. കൈൻഡ്, വളരെ ദയുള്ള ആളാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാനും കഴിവുള്ള ഒരാളാണ്. ഹെർ ഹെയർ വാസ് ബിഗിനിങ് ടു ടേൺ ഗ്രേ. അവളുടെ മുടി ടേൺ ഗ്രേ, നരച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹെർ റൗണ്ട് ഫിഗർ വാസ് ലൈക്ലി ടു ബി കംഫർട്ടിങ് ടു എ ഹോം സിക്ക് ചൈൽഡ്. അവളുടെ ആ ഒരു ഉരുണ്ട ശരീരപ്രകൃതം ഹോം സിക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഹോം സിക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ കഴിയാതെ എപ്പോഴും വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഹോം സിക്ക് എന്ന് പറയുക. അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു അമ്മയെപ്പോലെ തോന്നിക്കുന്ന ഒരു ഫിഗറാണ് മിസ് ബീം. അപ്പോൾ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് മിസ് ബീമിൻ്റെ ഫീച്ചേഴ്സ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിസ് ബീം ആണ്. വി ചാറ്റഡ് ഫോർ എ വൈൽ, ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് സംസാരിച്ചു. ആൻഡ് വെൻ ഐ ആസ്ക്ഡ് ഹെർ സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ ടീച്ചിങ് മെത്തേഡ്സ്, പിന്നീട് ഞാൻ അവളോട് അവരുടെ ആ ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. വിച്ച് ഐ ഹാഡ് ഹേർഡ് വെർ സിമ്പിൾ, ഞാൻ അവ ഭയങ്കര സിമ്പിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു. ഷീ സെഡ്, മിസ് ബീം പറയാണ്, വി ടീച്ച് ഓൺലി ദോസ് തിങ്സ് ദാറ്റ് ആർ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ടു പീപ്പിൾസ്. ഞങ്ങളിവിടെ പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉപകാരപ്രദവും സിമ്പിളും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? സ്പെല്ലിങ്സ് പഠിപ്പിക്കുന്നുണ്ട്, ആഡിങ് കൂട്ടാൻ, ആഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, സബ്സ്ട്രാക്റ്റിംഗ് കുറക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, മൾട്ടിപ്ലൈയിങ് ഗുണിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, റൈറ്റിംഗ് എഴുതാനും എക്സെട്ര. അതുപോലെ മറ്റുള്ളതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സിമ്പിളും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ദ റെസ്റ്റ് ഈസ് ഡൺ ബൈ റീഡിങ് ടു ദം, ബാക്കി അവർക്ക് വായിച്ചു കൊടുക്കും. ആൻഡ് ഗിവിങ് ദം ഇൻട്രസ്റ്റിംഗ് ടാസ്ക്, അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കും. അതിലൂടെയാണ് ബാക്കി കാര്യങ്ങൾ അവർ പഠിക്കുന്നത്. ദർ ആർ പ്രാക്ടിക്കലി നോ അതർ ലെസൺസ്, ഇതിനേക്കാളും വലിയ പാഠങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഐ ഹാവ് ഹേർഡ് സോ മച്ച് ഐ സെഡ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്.
അബൌട്ട് ദ ഒറിജിനാലിറ്റി ഓഫ് യുവർ സിസ്റ്റം. നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മിസ് ബീം സ്മൈൽഡ്. അപ്പോൾ മിസ് ബീം സ്മൈൽ പുഞ്ചിരിച്ചു. യെസ് ഷീ സെഡ്. അതെ എന്നവർ പറഞ്ഞു. ഐ ആം കമ്മിങ് ടു ദാറ്റ്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ദ റിയൽ എയിം ഓഫ് ദിസ് സ്കൂൾ ഈസ് നോട്ട് ടു ടീച്ച് തോട്ട്. ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, എയിം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ചിന്തകൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ബട്ട് തോട്ട്ഫുൾനെസ്, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കണം. അതുപോലെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, കൈൻഡ്നെസ്, ദയ ആൻഡ് സിറ്റിസൺഷിപ്പ്, പൗരധർമ്മം എന്നിവയൊക്കെയാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. That is the ideal I have always had, and happily there are parents good enough to trust me to try and put into practice. എനിക്ക് എന്നും ഉണ്ടായിരുന്ന ഒരു ഡീൽ, കരാറും ഇത് തന്നെയായിരുന്നു. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്താണ്? എൻ്റെ ഈ ഒരു ലക്ഷ്യത്തിൽ പാരൻസും എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഇത് നടപ്പിലാക്കാൻ അവരും എന്നെ സപ്പോർട്ടാക്കുന്നുണ്ട്. അതാണ് എൻ്റെ വലിയൊരു സന്തോഷം. ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ എ മിനിറ്റ് വിൽ യു. നിങ്ങൾ ആ വിൻഡോയിലൂടെ, ജനലിലൂടെ ഒന്ന് പുറത്തോട്ട് നോക്കുമോ? ഐ വെന്റ് ടു ദ വിൻഡോ. ഞാൻ ആ വിൻഡോയുടെ അടുത്തോട്ട് പോയി. വിച്ച് ലുക്ക്ഡ് ഔട്ട് ഓൺ എ ലാർജ് ഗാർഡൻ. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ എന്താ കാണാൻ പറ്റുക? എ ലാർജ് ഗാർഡൻ, വലിയൊരു പൂന്തോട്ടം. ആൻഡ് എ പ്ലേ ഗ്രൗണ്ട് അറ്റ് ദ ബാക്ക്. അതിൻ്റെ ബാക്കിൽ ആയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട്, ഒരു കളിക്കുന്ന സ്ഥലം, മൈതാനവും. വാട്ട് ഡു യു സീ മിസ് ബീം ആസ്ക്ഡ്. എന്നിട്ട് മിസ് ബീം ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ എന്താണ് കാണുന്നത്? ഐ സീ സം വെരി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട്സ്. ഞാൻ കുറച്ച് നല്ല മനോഹരമായ ഗ്രൗണ്ട്സ് ആണ് കാണുന്നത്. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ആൻഡ് എ ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൻ. അതുപോലെ തന്നെ ഒരുപാട് ജോളി, സന്തോഷവാന്മാരായ കുട്ടികളും. ബട്ട് വാട്ട് സർപ്രൈസസ് മീ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ആൻഡ് പെയിൻസ് മീ ടു, അതുപോലെ എന്നെ സങ്കടപ്പെടുത്തുന്നതും എന്താണ്? ദാറ്റ് ദേ ആർ നോട്ട് ഓൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. അവരെല്ലാവരും ഹെൽത്തി, ആരോഗ്യവാന്മാരുമല്ല, ആക്റ്റീവുമല്ല. ആസ് ഐ കെയിം ഇൻ ഐ സോ എ പുവർ ലിറ്റിൽ തിങ് ബീങ് ലെഡ് അബൌട്ട് ബിക്കോസ് ഓഫ് സം ട്രബിൾ വിത്ത് ഹെർ ഐസ്. ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് തന്നെ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അവളെ നയിച്ചു കൊണ്ടുപോകുന്നത് മറ്റൊരാളാണല്ലേ. നൗ ഐ ക്യാൻ സീ 2 more ഇൻ ദ സെയിം കണ്ടീഷൻ. എനിക്കിപ്പോൾ അതുപോലെ തന്നെ സെയിം കണ്ടീഷനുള്ള 2-3 ആൾക്കാരെയും കൂടെ കാണാൻ പറ്റും. വൈൽ ദർ ഈസ് എ ഗേൾ വിത്ത് എ ക്രച്ച് ജസ്റ്റ് അണ്ടർ ദ വിൻഡോ വാച്ചിങ് ദ അതേഴ്സ് അറ്റ് പ്ലേ. അവിടെ ഒരാൾ, ഈ വിൻഡോക്ക് താഴെയായിട്ട് ഒരു പെൺകുട്ടി, വിത്ത് എ ക്രച്ച്, ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി, മറ്റുള്ളവർ കളിക്കുന്നതാണ് അവൾ നോക്കി നിൽക്കുന്നത്. ഷീ സീംസ് ടു ബി എ ഹോപ്പ്ലെസ് ക്രിപ്പിൾ. അവൾ പ്രതീക്ഷയില്ലാത്ത, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ക്രിപ്പിൾ. ക്രിപ്പിൾ എന്ന് പറഞ്ഞാൽ വികലാംഗ അല്ലെങ്കിൽ മുടന്ത് ഒക്കെയുള്ള ആളാണ് ക്രിപ്പിൾ. അങ്ങനെയുള്ള ആളാണെന്ന് തോന്നുന്നു. മിസ് ബീം ലോഫ്റ്റ്. ഇത് കേട്ടിട്ട് മിസ് ബീം ചിരിക്കുകയാണ്. ഓ നോ ഷീ സെഡ്. അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഷീ ഈസ് നോട്ട് ലെയിം റിയലി. അവൾ ശരിക്കും ലെയിം അല്ല. ലെയിം എന്ന് പറഞ്ഞാൽ മുടന്ത് അല്ലെങ്കിൽ വികലാംഗ അല്ല. ദിസ് ഈസ് ഓൺലി ഹെർ ലെയിം ഡേ. ഇന്നത്തെ ദിവസം അവൾക്ക് മുടന്തായിട്ട് നടക്കണം. നോർ ആർ ദോസ് അതേഴ്സ് ബ്ലൈൻഡ്, ഇറ്റ് ഈസ് ഓൺലി ദെയർ ബ്ലൈൻഡ് ഡേ. അതുപോലെ നേരത്തെ കണ്ട ആ പെൺകുട്ടി ശരിക്കും ബ്ലൈൻഡ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ഇന്ന് അവളുടെ ബ്ലൈൻഡ് ഡേ ആണ്. കണ്ണ് കാണാത്തതുപോലെ നടക്കേണ്ട ദിവസമാണ് അവൾക്ക് ഇന്ന്. ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് വെരി മച്ച് അസ്റ്റോണിഷ്ഡ്. ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതമായിട്ട് നിന്നു. അസ്റ്റോണിഷ് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെ നിന്നു. ഫോർ ഷീ ലാഫ്ഡ് അഗെയിൻ. ഇതെല്ലാം കണ്ടിട്ട് മിസ് ബീം വീണ്ടും ചിരിക്കാണ്. ദർ യു ഹാവ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ സിസ്റ്റം ഇൻ എ നട്ട്ഷെൽ. ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദീസ് യങ് മൈൻഡ്സ് ടു അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മിസ്ഫോർച്യൂൺ, വി മേക്ക് ദം ഷെയർ ഇൻ മിസ്ഫോർച്യൂൺ ടു. കുറേ നിർഭാഗ്യമുള്ള ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. കുറേ കണ്ണ് കാണാൻ പറ്റാത്തവരും, നടക്കാൻ പറ്റാത്തവരും, കേൾക്കാൻ പറ്റാത്തവരും, സംസാരിക്കാൻ പറ്റാത്തവരും ഒക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളും ഈ കുട്ടികളെ ഒരു ദിവസം മിസ്ഫോർച്യൂൺ, നിർഭാഗ്യവാന്മാരാക്കി മാറ്റുന്നത്. അതുപോലെ അവരെ പോലെ കണ്ണ് കാണാൻ പറ്റാതെയും കേൾക്കാൻ പറ്റാതെയും
സംസാരിക്കാൻ പറ്റാതെയും ഒക്കെ ഇവരെയും ഒരു ദിവസം അങ്ങനെ പരിശീലിപ്പിക്കുകയാണ് ഞങ്ങൾ. അവർക്കും ആ ഒരു അനുഭവം എത്തിച്ചു കൊടുക്കുകയാണ്. ഇൻ ദ കോഴ്സ് ഓഫ് ദ ടേം എവറി ചൈൽഡ് ഹാസ് വൺ ബ്ലൈൻഡ് ഡേ, വൺ ലെയിം ഡേ, വൺ ഡെഫ് ഡേ ആൻഡ് വൺ ഡംപ് ഡേ. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും ഓരോ ബ്ലൈൻഡ് ഡേ, കണ്ണ് കാണാൻ പറ്റാത്ത ഒരു ദിവസം ഉണ്ടാവും. വൺ ലെയിം ഡേ, ഒരു മുടന്ത് ദിവസം ഉണ്ടാവും. വൺ ഡെഫ് ഡേ, ചെവി കേൾക്കാൻ പറ്റാത്തൊരു ദിവസം ഉണ്ടാവും. വൺ ഡംപ് ഡേ, സംസാരിക്കാൻ പറ്റാത്ത ദിവസവും ഉണ്ടാകും. ഡ്യൂറിങ് ദ ബ്ലൈൻഡ് ഡേ, കണ്ണ് കാണാൻ പറ്റാത്ത ആ ഒരു ദിവസത്തിൽ their eyes are bandaged, അവരുടെ കണ്ണുകൾ മൂടിക്കെട്ടിയിട്ടുണ്ടാകും. ആൻഡ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഹോണർ നോട്ട് ടു പീപ്പ്, അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു റൂള് ആണ് എന്ത്? നോട്ട് ടു പീപ്പ്, ഒളിഞ്ഞു നോക്കരുത് എന്നുള്ളത് അവർക്കുള്ളൊരു റൂളാണ്. ദ ബാൻഡേജ് ഈസ് പുട്ട് ഓൺ ഓവർ നൈറ്റ്, രാത്രിയിലും ആ ബാൻഡേജ് അവരുടെ കണ്ണുകളിൽ ഉണ്ടാകും. ദേ വേക്ക് അപ്പ് ബ്ലൈൻഡ്, അവർ ഉണരുന്നത് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലാണ്. ദിസ് മീൻസ് ദാറ്റ് ദേ നീഡ് അസിസ്റ്റൻസ് ഇൻ എവറിത്തിങ്, അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അസിസ്റ്റൻസ്, ഒരു സഹായി വേണം എന്നാണ് ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. അത് നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് കണ്ണ് കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു അസിസ്റ്റൻസ് വേണമല്ലേ. ആൻഡ് അതർ ചിൽഡ്രൻ ആർ ടോൾഡ് ടു ഹെൽപ്പ് ദം ആൻഡ് ലെറ്റ് ദം എബൌട്ട്, അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കും എന്ത്? അവരെ നയിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ഓഫ് ദം, ഇത് രണ്ടുപേർക്കും എഡ്യൂക്കേറ്റീവ്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആർക്കൊക്കെ? ദ ബ്ലൈൻഡ് ആൻഡ് ദ ഹെൽപ്പേഴ്സ്, കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കും അവരെ സഹായിക്കുന്ന ആൾക്കും ഇത് ഇൻഫോർമേറ്റീവ് ആണല്ലേ. എങ്ങനെയാണ്? കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്ക് അതൊരു പുതിയ അനുഭവമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളുടെ ഫീൽ അറിയണമല്ലേ. സഹായിക്കുന്നയാൾ എങ്ങനെയാണ് കണ്ണ് കാണാൻ പറ്റാത്തയാളെ സഹായിക്കേണ്ടത് എന്നൊരു അറിവും കിട്ടുന്നില്ലേ. അപ്പോൾ അത് രണ്ടുപേർക്കും പുതിയൊരു അറിവാണ്. എവ്രിവൺ ഈസ് വെരി കൈൻഡ്, മിസ് ബീം കണ്ടിന്യൂഡ്, എല്ലാവരും വളരെ കൈൻഡ്, ദയുള്ള ആളുകളാണ്. അതും പറഞ്ഞുകൊണ്ട് മിസ് ബീം കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് റിയലി സംതിങ് ഓഫ് എ ജോക്ക്, വാസ്തവത്തിൽ ഇത് ഒരു തമാശ നിറഞ്ഞ കളിയാണ്. ഓൾദോ ഓഫ് കോഴ്സ് ബിഫോർ ദ ഡേ ഈസ് ഓവർ ദ റിയാലിറ്റി ഓഫ് ദ ഡിസബിലിറ്റി ബിക്കംസ് ക്ലിയർ ഈവൻ ടു ദ ലീസ്റ്റ് തോട്ട്ഫുൾ. എന്നാലും ഒരു ദിവസം അവസാനിക്കുന്നതിന് മുന്നേ വളരെ കുറച്ച് ചിന്തിക്കുന്നവർക്ക് പോലും ശാരീരിക വൈകല്യം അനുഭവിക്കുന്നവർ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് എന്ന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. ദ ബ്ലൈൻഡ് ഡേ ഈസ് ഓഫ് കോഴ്സ് റിയലി ദ വേഴ്സ്റ്റ്. ചിലർക്ക് ബ്ലൈൻഡ് ഡേ, കണ്ണ് കാണാൻ പറ്റാത്ത ആ ഒരു ദിവസമാണ് ഭയങ്കര വേഴ്സ്റ്റ്, ഏറ്റവും മോശമായിട്ടുള്ള ദിവസം. ബട്ട് സം ഓഫ് ദ ചിൽഡ്രൻ ടെൽ മീ ദാറ്റ് ദ ഡംപ് ഡേ ഈസ് എ മോസ്റ്റ് ഫ്രൈറ്റനിങ്. പക്ഷെ എന്നോട് ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഡംപ് ഡേ, മിണ്ടാതിരിക്കുന്ന ദിവസമില്ലേ, അതായത് മിണ്ടാൻ പറ്റാത്ത ആ ദിവസം, അതാണ് ഭയങ്കര ഭയാനകമെന്ന്. There, of course, the child must use willpower only because the mouth is not bandaged. ആ മിണ്ടാൻ പറ്റാത്ത ദിവസത്തിൽ മൗത്ത് മൂടിക്കെട്ടില്ല, കണ്ണ് മൂടിക്കെട്ടുന്നത് പോലെ മൗത്ത് മൂടിക്കെട്ടില്ല. അന്ന് അവരുടെ വിൽ പവർ, അവരുടെ ആ ഒരു മനസ്സിൻ്റെ ശക്തിയാണ് അവർ മിണ്ടാതെ ഇരിക്കാൻ നിയന്ത്രിക്കുന്നത്. അവരെ തന്നെ സ്വയം നിയന്ത്രിക്കണം. അതാണ് അവർക്ക് ഏറ്റവും ഭയാനകമായിട്ട് തോന്നിയിട്ടുള്ളത്. ബട്ട് കം ഡൗൺ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് സീ ഫോർ യുവർ സെൽഫ് ഹൗ ദ ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്. എന്നിട്ട് മിസ് ബീം പറയാണ്, ഇനി നിങ്ങൾ താഴെ ഗാർഡനിലേക്ക് വരൂ, എന്നിട്ട് കുട്ടികൾ എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മിസ് ബീം ലെഡ് മീ ടു വൺ ഓഫ് ദ ബാൻഡേജ്ഡ് ഗേൾസ് എ ലിറ്റിൽ മെറി തിങ്. മിസ് ബീം എന്നെ ഒരു കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തോട്ട് കൊണ്ടുപോയി. അവൾ എങ്ങനെയായിരുന്നു? ലിറ്റിൽ മെറി തിങ്, അവൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ആളാണ്. ഹിയർ ഈസ് എ ജെന്റിൽമാൻ കം ടു ടോക്ക് ടു യു സെഡ് മിസ് ബീം ആൻഡ് ലെഫ്റ്റ് അസ്. എന്നിട്ട് മിസ് ബീം ഈ പെൺകുട്ടിയോട് പറയാണ്, ഇതാ നിന്നോട് സംസാരിക്കാൻ ഒരു ജെന്റിൽമാൻ വന്നിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് മിസ് ബീം ഞങ്ങളെ രണ്ടുപേരെയും അവിടെ തനിച്ചാക്കിയിട്ട് പോയി. ഡോണ്ട് യു എവർ പീപ്പ്, ഐ ആസ്ക്ഡ് ബൈ ദ വേ ഓഫ് ആൻ ഓപ്പണിംഗ്. ഫസ്റ്റിലെ ചോദ്യം തന്നെ എന്താ ചോദിക്കുന്നത്? ഡോണ്ട് യു എവർ പീപ്പ്, നിങ്ങൾക്ക് ഒളിഞ്ഞു നോക്കാൻ തോന്നാറില്ലേ? അതായത് ആ ബാൻഡേജ് ഒന്ന് പൊക്കിയിട്ട് ഇടയ്ക്കൊന്ന് നോക്കാനൊക്കെ തോന്നാറില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓ നോ, ഷീ എക്സ്ക്ലെയിംഡ്, ദാറ്റ് വുഡ് ബി ചീറ്റിംഗ്. ഇല്ല. എന്നിട്ട് എന്താ പറയുന്നത്? ദാറ്റ് വുഡ് ബി ചീറ്റിംഗ്, അതൊരു ചതിയായിരിക്കും. അങ്ങനെ ചെയ്താൽ ഇത് ചതിയല്ലേ,
ഒരു റൂൾ പറഞ്ഞാൽ റൂളല്ലേ, നോക്കാൻ പാടില്ല എന്നതാണ് റൂൾ. അത് തെറ്റിച്ചാൽ അത് ചതിയല്ലേ എന്നവൾ റിപ്ലൈ കൊടുക്കാണ്. ബട്ട് ഐ ഹാഡ് നോ ഐഡിയ ഇറ്റ് വാസ് സോ ഓഫുൾ ടു ബി ബ്ലൈൻഡ്. എന്നിട്ട് അവൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? പക്ഷേ കണ്ണ് കാണാൻ വയ്യാതെ ഇരിക്കുന്നതാണ് ഇത്രയും ദുരിതമായ ഒരു കാര്യം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. യു ക്യാൻ സീ എ തിങ്. നമുക്കൊന്നും കാണാൻ പറ്റില്ല. വൺ ഫീൽസ് വൺ ഈസ് ഗോയിങ് ടു ബി ഹിറ്റ് ബൈ സംതിങ് എവറി മൊമെന്റ്. ഓരോ നിമിഷവും നമുക്ക് നമ്മളെ ആരെങ്കിലും വന്ന് തട്ടുന്നുണ്ടോ എന്ന് തോന്നും. സിറ്റിംഗ് ഡൗൺ ഈസ് സച്ച് എ റിലീഫ്. പക്ഷെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് റിലീഫ്, ആശ്വാസം തരും. ആർ യുവർ ഗൈഡ്സ് കൈൻഡ് ടു യു? ഐ ആസ്ക്ഡ്. അപ്പൊ ഈ നരേറ്റർ ചോദിക്കുകയാണ് ഈ കുട്ടിയോട്, നിന്റെ ഗൈഡ് കണ്ണ് കാണാതെയും കേൾക്കാൻ പറ്റാതെയും ഒക്കെ നടക്കുന്ന ദിവസങ്ങളിൽ ആ കുട്ടികളെ നയിക്കുന്ന, ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളുടെ സഹായി, അയാളാണ് ഈ ഗൈഡ്. അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗൈഡ് നിങ്ങളോട് കൈൻഡ്, ദയുള്ളവരായിട്ടാണോ പെരുമാറുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പ്രെറ്റി ഗുഡ്, നല്ലത് തന്നെയാണ്. നോട്ട് ആസ് കെയർഫുൾ ആസ് ഐ ഷോൾ ബി വെൻ ഇറ്റ്സ് മൈ ടേൺ. പക്ഷേ എനിക്കൊരു ചാൻസ് കിട്ടൂലേ, ആരുടെയെങ്കിലും ഗൈഡായിട്ട് ഞാൻ വരൂലേ, ആ സമയത്ത് ഞാൻ എങ്ങനെയാണോ അവരെ നോക്കുന്നത് അത്രയോളം നല്ല രീതിയിലല്ല അവരൊന്നും എന്നെ നോക്കുന്നത്. ഞാൻ നോക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടല്ല അവരൊന്നും എന്നോട് പെരുമാറുന്നത്. ദോസ് ദാറ്റ് ഹാവ് ബീൻ ബ്ലൈൻഡ് ഓൾറെഡി ആർ ദ ബെസ്റ്റ്. നേരത്തെ ബ്ലൈൻഡ് അനുഭവിച്ചവരാണെങ്കിൽ അവരാണ് എപ്പോഴും ബെസ്റ്റ് ഗൈഡ്. അതാവുമ്പോൾ അവർക്ക് ആ ഫീൽ അറിയുമല്ലോ, അപ്പം അവർക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും. ഇറ്റ് ഈസ് ടെറിബിൾ നോട്ട് ടു സീ. കണ്ണ് കാണാൻ പറ്റാതെ ഇരിക്കുക എന്നുള്ളത് ടെറിബിൾ, ഭയാനകമായിട്ടുള്ള കാര്യമാണ്. ഐ വിഷ് യു വുഡ് ട്രൈ. എന്നിട്ട് ആ കുട്ടി പറയാണ് നമ്മുടെ ഓദറിനോട്, ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷോൾ ഐ ലീഡ് യു എനിവർ? ഐ ആസ്ക്ഡ്. ഇവിടെ ഈ ഞാൻ, ഐ എന്ന് പറയുന്നത് നമ്മുടെ ഓദർ, നരേറ്ററാണ്. നരേറ്റർ ചോദിക്കുകയാണ്, ഞാൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ? ഓ യെസ് ഷീ സെഡ്. അവൾ കൊണ്ടുപോകണം എന്ന് പറയാണ്. ലെറ്റ്സ് ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്. നമുക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓൺലി യു മസ്റ്റ് ടെൽ മീ അബൌട്ട് തിങ്സ്. ഓരോ വസ്തുക്കളെ പറ്റി എന്നോട് പറഞ്ഞു തരണം. ഐ ഷോൾ ബി സോ ഗ്ലാഡ് വെൻ ടുഡേ ഈസ് ഓവർ. ഇന്നത്തെ ദിവസം തീരുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവാനായിരിക്കും. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ഹാപ്പി. ദി അതർ ബാഡ് ഡേയ്സ് ക്യാൻ ബി ഹാഫ് ആസ് ബാഡ് ആസ് ദിസ്. ഇനി വരാനുള്ള കേൾക്കാൻ പറ്റാതെയും സംസാരിക്കാൻ പറ്റാതെയും ഒക്കെയുള്ള ദിവസമില്ലേ, അതൊന്നും ഈ ദിവസത്തിന്റെ പകുതി പോലും ബാഡ് അല്ല. അതായത് ഈ ദിവസമാണ് ഏറ്റവും മോശം. ആ കുട്ടിക്ക് ഈ ബ്ലൈൻഡ് ഡേ ആണ് ഏറ്റവും മോശമായ ദിവസം. അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ദിവസം. ഹാവിങ് എ ലെഗ് ടൈഡ് അപ്പ് ആൻഡ് ഹോപ്പിംഗ് അബൌട്ട് എ ക്രച്ച് ഈസ് ഓൾമോസ്റ്റ് ഫൺ ഐ ഗെസ്. ഒരു കാല് കെട്ടിവച്ച് ക്രച്ച്, ഊന്നുവടിയിൽ പോകുന്നത് കുറച്ച് തമാശയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവർക്കൊരു ലെയിം ഡേ ഉണ്ടല്ലേ, മുടന്തായിട്ട് നടക്കേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ അവർ കാലുകൾ കെട്ടിവെച്ചാണ് നടക്കുന്നത്. ആ ദിവസം അവർക്ക് ഫണ്ണായിട്ട് തോന്നും എന്നാ പറയുന്നേ. ഹാവിങ് ആൻ ആം ടൈഡ് അപ്പ് ഈസ് എ ലിറ്റിൽ മോർ ട്രബിൾസം. പക്ഷേ ആ കാല് കെട്ടിവെക്കുന്നതിന് പകരം കൈയാണ് കെട്ടിവെക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ട്രബിൾസം, ബുദ്ധിമുട്ടാകും. ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് യുവർ ഫുഡ് കട്ടപ്പ് ഫോർ യു. കാരണം എന്താണ്, നമുക്ക് ഫുഡ് കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ ഉണ്ടാവും, അപ്പം അതിനൊന്നും പറ്റില്ല. ആൻഡ് സോ ഓൺ ബട്ട് ഇറ്റ് ഡസൻ റിയലി മാറ്റർ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല. ആൻഡ് ആസ് ഫോർ ബീങ് ഡെഫ് ഫോർ എ ഡേ ഐ ഷോൺ മൈൻഡ് ദാറ്റ്. അതുപോലെ തന്നെ ഒരു ദിവസം ഡെഫായിട്ട് നിൽക്കണം അല്ലേ, കേൾക്കാൻ പറ്റാതിരിക്കണം. ആ ദിവസവും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ബട്ട് ബീങ് ബ്ലൈൻഡ് ഈസ് സോ ഫ്രൈറ്റനിങ്. പക്ഷേ കണ്ണ് കാണാൻ പറ്റാത്തത് ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. ഫ്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത്. മൈ ഹെഡ് ഏക്സ് ഓൾ ദ ടൈം. എൻ്റെ തല എപ്പോഴും വേദനിക്കും. ജസ്റ്റ് ഫ്രം അവോയ്ഡിങ് തിങ്സ് ദാറ്റ് പ്രോബബിളി ആർ ഇറ്റ് ദർ. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ നടക്കുമ്പോൾ എന്തൊക്കെയോ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ പോകും. അതുകൊണ്ടാണ് എൻ്റെ തല ഇങ്ങനെ വേദനിക്കുന്നത്. വേർ ആർ വി നൗ? നമ്മളിപ്പോൾ എവിടെയാണ്? ആ കുട്ടി ചോദിക്കുകയാണ്. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പ്ലേ ഗ്രൗണ്ടിലാണ്. ഗോയിങ് ടുവാർഡ്സ് ദ ഹൗസ്. നമ്മൾ വീടിനടുത്തോട്ട് നടക്കുന്നു. മിസ് ബീം ഈസ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ ടെറസ് വിത്ത് എ ടോൾ ഗേൾ. മിസ് ബീം
ടെറസിന്റെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോൾ ഗേൾ, നീളമുള്ള ഒരു കുട്ടിയെയും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓദർ ഈ കണ്ണ് കെട്ടിയിട്ടുള്ള കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. വാട്ട് ഹാസ് ദ ഗേൾ ഗോട്ട് ഓൺ? എന്താണ് ആ കുട്ടി ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്? ഗോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നത്. മൈ കമ്പാനിയൻ ആസ്ക്ഡ് മീ. ഈ കുട്ടി ചോദിക്കുകയാണ്. എ ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ്. അവൾ ധരിച്ചിരിക്കുന്നത് ഒരു ബ്ലൂ സ്കേർട്ടും പിങ്ക് ബ്ലൗസും ആണ് എന്ന് നമ്മുടെ നരേറ്റർ പറഞ്ഞു കൊടുക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് മില്ലി, ഷീ സെഡ്. അപ്പോൾ അവൾ പറയാണ്, അത് മില്ലിയാണെന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് കളർ ഈസ് ഹെർ ഹെയർ? അവളുടെ മുടിയുടെ കളർ എന്തുവാ? വെരി ലൈറ്റ്, ഐ സെഡ്. വെരി ലൈറ്റ് കളറാണല്ലേ, അതായത് ബ്ലാക്ക് അല്ല, ലൈറ്റ് കളേർഡ് ഹെയർ ആണ് അവളുടേത്. യെസ്, ദാറ്റ്സ് മില്ലി, ഷീ ഈസ് ദ ഹെഡ് ഗേൾ. അതെ, അതാണ് മില്ലി, അവളാണ് ഈ സ്കൂളിന്റെ ഹെഡ് ഗേൾ. ഹെഡ് ഗേൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ലീഡർ. ഷീ ഈസ് വെരി ഡീസൻറ്റ്. അവൾ ഭയങ്കര ഡീസൻ്റ് ആണ്. ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല കുട്ടിയാണ്. ദർ ഈസ് ആൻ ഓൾഡ് മാൻ ടൈങ് അപ്പ് റോസസ്, ഐ സെഡ്. പിന്നീട് ഈ ഓദർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ഒരു ഓൾഡ് മാൻ, പ്രായം കൂടിയ ഒരു മനുഷ്യനുണ്ട്, അയാൾ റോസുകൾ കെട്ടുകയാണ്. യെസ്, ദാറ്റ്സ് പീറ്റർ. അപ്പോൾ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, യെസ്, അതാണ് പീറ്റർ. ഹീ ഈസ് ദ ഗാർഡനർ. അയാളാണ് ഇവിടുത്തെ ഗാർഡനർ, പൂന്തോട്ടമൊക്കെ നോക്കി പരിപാലിച്ച് നടക്കുന്ന ആള്. ഹീ ഈസ് 100 years ഓഫ് ഓൾഡ്. അയാൾക്ക് 100 വയസ്സുണ്ട്. ആൻഡ് ഹിയർ കംസ് എ ഡാർക്ക് ഗേൾ ഇൻ റെഡ് ഓൺ ക്രച്ചസ്. ഇവിടെ ഒരു ഇരുണ്ട നിറത്തിലുള്ള ഒരു കുട്ടി. എങ്ങനെ? ഓൺ ക്രച്ചസ്. അവൾ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. യെസ്, ഷീ സെഡ്, ദാറ്റ്സ് ബെറിൽ. യെസ്, അതാണ് ബെറിൽ. ആൻഡ് സോ വി വാക്ക്ഡ് ഓൺ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നുപോയി. ആൻഡ് ഇൻ ഗൈഡിങ് ദിസ് ലിറ്റിൽ ഗേൾ എബൌട്ട് ഐ ഡിസ്കവേർഡ്. അങ്ങനെ ഈ പെൺകുട്ടിയെ നയിച്ചു കൊണ്ടുപോകുന്നതിലൂടെ ഐ ഡിസ്കവേർഡ്, ഞാൻ മനസ്സിലാക്കി, ദാറ്റ് ഐ വാസ് മെനി മോർ തോട്ട്ഫുൾ ഓൾറെഡി ദാൻ യൂഷ്വൽ. സാധാരണ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിച്ചു എന്ന് നമ്മുടെ ഓദർ മനസ്സിലാക്കുകയാണ്. ഐ ഓൾസോ റിയലൈസ്ഡ് ദാറ്റ് ഹാവിങ് ടു ഡിസ്ക്രൈബ് ദ സറൗണ്ടിങ്സ് ടു അനദർ മേക്സ് ദം മോർ ഇൻട്രസ്റ്റിംഗ്. അതുപോലെ മറ്റുള്ള ആളുകളുടെ അടുത്ത് അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അതായത് സറൗണ്ടിങ്സ് ഒക്കെ വിശദമായി വിവരിച്ച് പറഞ്ഞാൽ അതവരെ കൂടുതൽ ഹാപ്പി ആക്കുമെന്നും മനസ്സിലായി. വെൻ മിസ് ബീൻ കെയിം ടു റിലീസ് മീ. അങ്ങനെ മിസ് ബീൻ എന്നെ യാത്രയാക്കാൻ വന്നപ്പോൾ ഐ വാസ് സോറി ടു ഗോ. എനിക്ക് പോവാൻ തോന്നിയില്ല, എനിക്ക് പോകണമെന്നില്ലായിരുന്നു. ഐ വാക്ക്ഡ് ബാക്ക് ടു ദ ടൗൺ മേർമറിങ് ദ ലൈൻസ്. ഞാൻ തിരിച്ച് ടൗണിലൂടെ പോകുമ്പോൾ ഈ ലൈൻസ് മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. ക്യാൻ ഐ സീ അനദേഴ്സ് വോ? മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എനിക്ക് കാണാൻ കഴിയുമോ? വോ എന്ന് പറഞ്ഞാൽ ദുഃഖം. ആൻഡ് നോട്ട് ഷെയർ ദെയർ സോറോ ടു. അവരുടെ വിഷമങ്ങൾ തനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓ നോ, നെവർ ക്യാൻ ഇറ്റ് ബി. സാധിക്കില്ല, മിക്കവാറും എനിക്കതിന് സാധിക്കില്ല. നെവർ ക്യാൻ ഇറ്റ് ബി. ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല. ഈ ഒരു ലൈൻസ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസം നമ്മളും അത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. നമ്മളും അത് അനുഭവിച്ചാൽ അവരുടെ വിഷമങ്ങൾ എത്രത്തോളം ഉള്ളതാണ് എന്ന് നമുക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിലൂടെ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.